കൊല്ലം ചാത്തന്നൂരിൽ ഡിവൈഎഫ്ഐ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിൽ ബിജെപി പ്രവർത്തകർക്ക് പരിക്ക്. ബിജെപി പ്രവർത്തകരായ ദിനേശ്, വിഷ്ണു, സന്യാൽ, സായി എന്നിവർക്കാണ് പരിക്കേറ്റത്. കമ്പിപ്പാരയും ബിയർ കുപ്പികളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിവരങ്ങൾ നൽകുവാൻ പ്രജിത് മോഹനുണ്ട് നമ്മളോടൊപ്പം. പ്രജിത്, വിവരങ്ങൾ. വൈകുന്നേരം 4:30 ഈ ദിനേശിനും വിഷ്ണുവിനും സന്യാലിനും സായിക്കും പരിക്കേക്കുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. ബിയർ കുപ്പികളും കമ്പിപ്പാരയും ഉപയോഗിച്ചാണ് ഇവരെല്ലാം ആക്രമിച്ചത്. കമ്പിപ്പാര ഉപയോഗിച്ച് തലയ്ക്കടിയേറ്റതിനാൽ വിഷ്ണുവിന്റെയും ദിനേശിന്റെയും അവസ്ഥ വലിയ ഒരു കൂടുതൽ ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ മറ്റ് ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നു. ഈ കഞ്ചാവ് കേസിലെ പ്രതികളടക്കമുള്ളവരാണ് ഇക്കാര്യത്തിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും ഈ മേഖലയിൽ കഞ്ചാവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ബിജെപി പ്രവർത്തകർ ഉയർത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ മുൻവൈരാഗ്യം ഉള്ളത് കൊണ്ടാണ്, അതായത് പ്രത്യേകിച്ച് ഈ ലഹരി മാഫിയ സംഘത്തുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവർ ഈ ലഹരി മാഫിയൊക്കെ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നതിനെ എതിർക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ബിജെപി പ്രവർത്തകർക്കെതിരെ ഇവർക്ക് ഉണ്ടായിരുന്ന മുൻവൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും 4 ബിജെപി പ്രവർത്തകർക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നു. അതിൽ വിഷ്ണുവും ദിനേശുമാണ് കൂടുതൽ പരിക്കേറ്റിട്ടുള്ളതുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരി, വ്യക്തമാണ്. കൊല്ലം ചാത്തന്നൂരിലാണ് ഡിവൈഎഫ്ഐ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണത്തിൽ ബിജെപി പ്രവർത്തകർക്ക് പരിക്കേറ്റത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത്.